ഹലോ മക്കളെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ട്രിഗണോമെട്രിയാണ്. ഈ ട്രിഗണോമെട്രി വളരെ ചുരുക്കിയിട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രം, വളരെ ചുരുക്കിയിട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രം ഈ 4-ാം തീയതി വരുന്ന എക്സാമിന് വേണ്ടിയിട്ടുള്ള ചുരുക്കിയിട്ടുള്ള സ്റ്റേറ്റ് എക്സാമിനേഷൻ, ക്ലാസ് 11 സ്റ്റേറ്റ് എക്സാം. വളരെ കുറച്ചേ ഉള്ളൂ നിങ്ങൾക്ക് പഠിക്കാൻ. ട്രിഗണോമെട്രിക് ഇക്വേഷൻസ് ഇല്ല. ആകെ 3 ക്വസ്റ്റ്യൻസേ വരുള്ളൂ. 1 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, പിന്നെ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. ആ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ മാക്സിമം ഇങ്ങനെ വരുള്ളൂ. ഒന്ന്, കൺവേർഷൻ ഓഫ് റേഡിയൻസ് ഇൻടു ഡിഗ്രീസ്. റേഡിയൻസും ഡിഗ്രീസും ആയിട്ടുള്ള കൺവേർഷൻ. ആകെ ഈ 3 ചോദ്യം വരുള്ളൂ, ഉറപ്പാണ്. റേഡിയൻസ് വരും, ഡിഗ്രീസിലേക്ക് ആക്കാൻ പറയും. ഡിഗ്രീസ് വരും, ഒരു ആംഗിള് റേഡിയൻസിൽ വരും. നിങ്ങൾക്ക് ആംഗിൾസ് കുറച്ചൊക്കെ അറിയുണ്ടാവും. എന്താ ആംഗിൾ എന്ന് പറഞ്ഞാൽ അറിയുണ്ടാവും. 30 ഡിഗ്രി, 40, 45 ഡിഗ്രി ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. 30 ഡിഗ്രിക്ക് നമ്മൾ π/6 എന്ന് പറയും. 45 ഡിഗ്രിന് π/4 എന്ന് പറയും. π/2 ആണ് 90 ഡിഗ്രി. ആ ബേസിക് ഐഡിയാസ് ഒക്കെ നിങ്ങൾ കയ്യിലുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പം റേഡിയൻ ഉള്ള ഡെഫിനിഷൻ ഒന്നും ചോദിക്കില്ല. അപ്പോൾ റേഡിയനിൽ ഒരു ആംഗിൾ വരും, അതിനെ ഡിഗ്രീസിലേക്ക് ആക്കാൻ പറയും. ഡിഗ്രീസിൽ ഒരു ആംഗിൾ വരും, അല്ലെങ്കിൽ ഡിഗ്രീസിൽ ഒരു ആംഗിൾ വരും, റേഡിയൻസിലേക്ക് ആക്കാൻ പറയും. ദാറ്റ് ഈസ് വൺ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്താ വെച്ചാൽ സൈൻ ഓഫ് an angle in radians വയ്ക്കും. സൈൻ ഓഫ് an angle, അല്ലെങ്കിൽ സൈൻ ഓഫ് എന്താ പറയുക 30 ഡിഗ്രി എന്ന് ചോദിക്കില്ല. കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് 30 ഡിഗ്രിക്ക് വരെ 210 ഡിഗ്രി ആവാം, അല്ലെങ്കിൽ 450 ഡിഗ്രി ആവാം, അല്ലെങ്കിൽ റേഡിയൻസിലേക്ക് ആക്കാം. സൈൻ 2π/3 ഇങ്ങനെ ആവാം. അങ്ങനെ സൈൻ ഓഫ് an angle അല്ലെങ്കിൽ കോസൈൻ ഓഫ് an angle, ട്രിഗണോമെട്രി റേഷ്യോ ഓഫ് an angle. ആ ആംഗിൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആംഗിൾ ആവാം. അത്രയേ ഉള്ളൂ. അത് റേഡിയൻസിലാവാം, ഡിഗ്രീസിലാവാം. ഇതാണ് രണ്ടാമത്തെ ചോദ്യം. ഇതിപ്പോൾ 2 മാർക്കിന് ഉണ്ടാവും. മൂന്നാമത് എന്താ വെച്ചാൽ ഈ എന്താണ് 15 ഡിഗ്രി, സൈൻ 15 ഡിഗ്രി, അല്ലെങ്കിൽ ടാൻ 15 ഡിഗ്രി, സൈൻ a+bയുടെ ഫോർമുല ഇല്ലേ, ആ ഫോർമുല ഉപയോഗിച്ചിട്ട് സൈൻ 15 ഡിഗ്രി എക്സെട്ര, അങ്ങനത്തെ ചോദ്യം ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. 75. പിന്നെ നാലാമത്തെ ഒരു പരിപാടി, ഒരു സൈൻ a+b, ആ പരിപാടി ഉപയോഗിച്ചിട്ട് സൈൻ a+b കുറച്ച് ഫോർമുലാസ് ഇല്ലേ, സൈൻ a+b സൈൻ a cos b cos a സൈൻ ഫോർമുല ഇല്ലേ, അത് വെച്ചിട്ട് ഒരു ചോദ്യം ചോദിക്കാൻ സാധ്യത. പിന്നെ ചിലപ്പോൾ വളരെ റെയർ ആയിട്ട് ഗ്രാഫ്സ്, ഇത് വളരെ റെയർ ആയിട്ട് ചോദിക്കുള്ളൂ. എന്നാലും നമുക്കത് വെറുതെ ഒരു ഔട്ട്ലൈൻ ആയിട്ട് പഠിക്കാം. അപ്പൊ ആദ്യം റേഡിയൻസ് ഡിഗ്രീസ് കൺവേർഷൻ, പിന്നെ ട്രിഗണോമെട്രി റേഷ്യോന്റെ ആംഗിൾ, അത് ആംഗിൾസ് ഡിഗ്രീസിലേക്ക് ആവാം, അല്ലെങ്കിൽ റേഡിയൻസിലാവാം. പിന്നെ സൈൻ 15 ചോദിക്കുള്ളൂ മാക്സിമം, സൈൻ 15 ഡിഗ്രി, അല്ലെങ്കിൽ സൈൻ 180 + 15 ഡിഗ്രി, അങ്ങനെയൊക്കെ ചോദിക്കുള്ളൂ. അപ്പൊ 15 ഡിഗ്രിയുടെ ആംഗിൾ ഒന്ന് പഠിക്കുന്നത് നല്ലതാണ്, സൈൻ a+bയുടെ ഫോർമുല ഉപയോഗിച്ചിട്ട്. പിന്നെ സൈൻ a+b cos a+b പറഞ്ഞിട്ടൊരു ഫോർമുല ഉണ്ട്. പിന്നെ ഗ്രാഫ്സ് ചിലപ്പോൾ അവസാനത്തെ ചോദിക്കുള്ളൂ, ഗ്രാഫ്. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്നോരോന്നായിട്ട് തുടങ്ങാം. ഫസ്റ്റ് വിൽ ഗോ ടു റേഡിയൻസ്. 25 ഡിഗ്രി എത്ര റേഡിയനാണ്? ആദ്യത്തെ ചോദ്യമാണ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്താണ് നിങ്ങൾക്കറിയാം, 180 ഡിഗ്രി പറഞ്ഞാല് 180 ഡിഗ്രി പറഞ്ഞാൽ π റേഡിയനാണ്. ഇതെന്താണ് റേഡിയന്റെ ഡെഫിനിഷൻ എന്ന് ഞാൻ ഇപ്പൊ പറയുന്നില്ല. റേഡിയന്റെ ഡെഫിനിഷൻ ഒക്കെ ഉണ്ട്. ആംഗിൾ സബ്ടെൻഡഡ് ബൈ an arc whose length is equal to its radius ഒക്കെയാണ് റേഡിയന്റെ ഡെഫിനിഷൻ. അതൊന്നും നിങ്ങൾ ബോർഡിന് ചോദിക്കില്ല, അതൊന്നും റേഡിയന്റെ ഡെഫിനിഷൻ ചോദിക്കില്ല. ഓക്കെ, ഇനി ഒരു പൂർണ്ണമായിട്ടുള്ള വട്ടം പറഞ്ഞാൽ 2π റേഡിയനാണ്. 2π റേഡിയൻ പറഞ്ഞാൽ 360 ഡിഗ്രിയാണ്. അപ്പൊ π റേഡിയൻ പറഞ്ഞാൽ 180 ഡിഗ്രിയാണ്. π/2 പറഞ്ഞാൽ 90 ഡിഗ്രിയാണ്. π/4 പറഞ്ഞാൽ 45 ഡിഗ്രിയാണ്, എക്സെട്ര. അപ്പൊ നിങ്ങൾ കൺവേർഷൻ പഠിക്കുമ്പോൾ ഇത് മാത്രം പഠിച്ചാൽ മതി. 180 ഡിഗ്രി പറഞ്ഞാൽ π റേഡിയനാണ്. അപ്പൊ 1 ഡിഗ്രി പറഞ്ഞാൽ എത്രയാ? π/180 റേഡിയനാണ്, അല്ലെ? π/180 റേഡിയൻ. അപ്പം 25 ഡിഗ്രി പറഞ്ഞാൽ എന്താ? 25 ഡിഗ്രി പറഞ്ഞാൽ π/180 × 25, അത്രേ ഉള്ളൂ. π/180 × 25 ഡിഗ്രി, 25 റേഡിയൻസ്, അത്രേ ഉള്ളൂ. അപ്പൊ ആൻസർ വിൽ ബി എന്തായിരിക്കും ആൻസർ? π/180 × 25. അപ്പൊ ഇവിടെ നിങ്ങൾ ഡിഗ്രി എഴുതാൻ പാടില്ല. അപ്പൊ വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്യാം. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 5 ഇവിടെ പോവും. ഇവിടെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 15, 30 6 5 30, 5π. അപ്പൊ ആൻസർ ഇസ് 5π/36 അങ്ങനെ പറയാം. വേണമെങ്കിൽ നമ്മളിപ്പം പൈക്ക് പകരം 22/7 ആയിട്ട് വിചാരിക്കുകയാണെങ്കിൽ ഇതിന്റെ വാല്യൂ എന്താ ചോദിക്കാൻ വേണമെങ്കിൽ, അല്ലെ? പൈന് 22/7 ആയിട്ട് വിചാരിക്കുകയാണെങ്കിൽ ഇഫ് യു ടേക്ക് പൈ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 22/7 ആണെങ്കിൽ ഇതിന്റെ വാല്യൂ എന്തായിട്ട് വിചാരിക്കാം. അങ്ങനെ ഇത് വെച്ചാൽ തന്നെ ഫുൾ മാർക്ക് കിട്ടും. ആണെങ്കിൽ ഇത് തന്നാൽ π × 22/7 × 36, ഒന്നും വെട്ടിപ്പോവില്ല. അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, അങ്ങനെ തന്നെ എഴുതി വെച്ചാൽ മതി. 5 × 110 ഡിവൈഡഡ് ബൈ, അല്ലെ? 110 അല്ലേ?
7 6 and 40 carry 4, 7 3 21 4 25. വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്യാം. ഇറ്റ് ഈസ് 55 by എന്തായിരിക്കും? 55 by 126. അപ്പൊ 55 by 126 റേഡിയനാണ് 25 ഡിഗ്രി അല്ലെ? ഏകദേശം ഇത് ഏകദേശമാണ്. ഇത് കറക്റ്റ് ആണ്. 5 pi by 36 ഒന്ന് കറക്റ്റ് ആണ്. ഓക്കെ, അപ്പം റേഡിയൻ കൺവേർഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് തിരിച്ചിട്ടും ആവാം. 2 pi by 3 റേഡിയൻ എത്രയാണ് ഡിഗ്രി? അപ്പൊ എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? അതെ അപ്പോഴും ഇതിനെ ഉപയോഗിക്കാം. പൈ റേഡിയൻ ആണ് 180 ഡിഗ്രി. 180 ഡിഗ്രി. അപ്പൊ ഒരു റേഡിയൻ എത്രയാണ് നോക്കാം. വാട്ട് ഈസ് 1 റേഡിയൻ? 180 by pi ഡിഗ്രീസ്. അപ്പം 2 pi by 3 റേഡിയൻ എത്രയാ? 2 pi by 3 റേഡിയൻ ഇസ് ഈക്വൽ ടു 180 by pi into 2 pi by 3. അത്രയേ ഉള്ളൂ. അപ്പം ഈ പൈ വെട്ടിപ്പും 3 ഇവിടെ 60 പ്രാവശ്യം പോവും. ആൻസർ ഇസ് 120 ഡിഗ്രി. ആൻസർ ഇസ് 120 ഡിഗ്രി. ഓക്കെ, അപ്പൊ വേണമെങ്കിൽ സൈൻ 2 pi by 3 എന്താ ചോദിക്കാം? സൈൻ 120 ഡിഗ്രി ആണ്. അല്ലെങ്കിൽ ടാൻ 2 pi by 3 എന്താ ചോദിക്കാം? ടാൻ 2 pi by 3 ടാൻ 120 ഡിഗ്രി ആണ്, എക്സെട്ര. ഓക്കെ, അതേപോലത്തെ ചോദ്യങ്ങൾ ധാരാളം ചോദിക്കും. 7 pi by 6 റേഡിയന്റെ ഡിഗ്രീസിലൊക്കെ ആക്കുക. ഒന്ന് കൺവേർട്ട് ചെയ്ത് നോക്കൂ. നിങ്ങൾ പാസ് ആയിട്ട് ഒന്ന് ചെയ്ത് നോക്കൂ. 7 pi by എന്താ? പൈ റേഡിയൻ ആണല്ലോ 180 ഡിഗ്രി. അപ്പം 1 റേഡിയൻ എന്ന് പറഞ്ഞാൽ 180 by pi അല്ലെ? അപ്പം 1 റേഡിയൻ എന്ന് പറഞ്ഞാൽ 180 by pi റേഡിയൻ. അപ്പൊ 7 pi by 6 റേഡിയൻ എന്ന് പറഞ്ഞാല് 180 by pi into 7 pi by 6 ആണ്. അപ്പം ഇത് വെട്ടിപ്പോവും. 6 ഇവിടെ 30 പ്രാവശ്യം. ആൻസർ ഇസ് 210 ഡിഗ്രി. ആൻസർ ഇസ് 210 ഡിഗ്രി. ഓക്കെ, 210 ഡിഗ്രി. അപ്പം റേഡിയൻ ഡിഗ്രി കൺവേർഷൻ എപ്പോഴും ഒരു ചോദ്യമാണ്. ഇത് ഒരു മാർക്കേ കിട്ടുള്ളൂ. മാക്സിമം ഒരു മാർക്കേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇവിടെ എങ്ങനെയാണ് ചോദ്യം വന്നാൽ എന്താ ചെയ്യേണ്ടത്? 31 pi by 3 റേഡിയൻസ് ഇൻറ്റു ഡിഗ്രി മെഷർ ആക്കാൻ പറയാം. അപ്പൊ 31 pi by 3 ആദ്യം നോക്കാം. പിന്നെ ഫൈൻഡ് ദ വാല്യൂ ഓഫ് സൈൻ 31 pi by 3. ഇത് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇതിപ്പോ ഒരു മാർക്ക് ഉണ്ടാവും, ഇതിനൊരു മാർക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ ഇതിനൊരു മാർക്ക് ഉണ്ടാവും, 2 മാർക്ക് ഉണ്ടാവും, ആൻഡ് സോ ഓൺ. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം തന്നെ ഡിഗ്രീസിലേക്ക് ആയിക്കോളൂ. എങ്ങനെ ഡിഗ്രീസിലേക്ക് ആക്കാം? എങ്ങനെയാണ് ഡിഗ്രീസ് ആക്കാം? പൈ റേഡിയൻ ആണല്ലോ. പൈ റേഡിയൻ ആണ് 180 ഡിഗ്രീസ്. അപ്പൊ ഒരു റേഡിയൻ എന്ന് പറഞ്ഞാൽ എത്രയാ? 180 by pi ഡിഗ്രീസ് ആണ് അല്ലെ? അപ്പം 31 by 3 pi റേഡിയൻസ് പറഞ്ഞാല് എത്രയാ? 180 by pi into 31 by 3 ആണ്. 31 pi by 3 ആണ്. പൈ വെട്ടിപ്പോ 3 ഇവിടെ 60 പ്രാവശ്യം പോവും. 60 into 30 വലിയ നമ്പറാണ്. 60 into 30 പറഞ്ഞാൽ വലിയ നമ്പറാണ്. 60 into 30 മൾട്ടിപ്ലൈ ചെയ്ത് എന്താ കിട്ടാം? 60 31 അല്ലെ? 60 into 31 അല്ലെ? 31 ആണ്. ഓക്കെ, അപ്പൊ 31 into 60 ചെയ്തോളൂ. അതാണുള്ളത് 0.66 1860 ആണ്. ഇറ്റ് ഈസ് 1860 ഡിഗ്രീസ്. ആദ്യത്തെ ആൻസർ എന്താണ്? 1860 degrees. ഇനി വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് സൈൻ 31 pi by 3? സൈൻ 31 pi by 3 പറയുമ്പോൾ സൈൻ ഓഫ് 1860 ഡിഗ്രീസ്. ഇതെന്താ ചോദ്യം? സൈൻ ഓഫ് 1860 ഡിഗ്രി എന്താ ചെയ്യാം? നിങ്ങൾ ഓർക്കേണ്ട ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ കഴിഞ്ഞാൽ അത് റിപ്പീറ്റ് ചെയ്യും. സൈൻ്റെയും കോസിന്റെയും ടാൻ്റെയും കോട്ടിന്റെയും ഒക്കെ എല്ലാത്തിനെയും റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, ഇത് 2 pi കഴിഞ്ഞാൽ. അപ്പൊ ആദ്യം 360 കഴിഞ്ഞാൽ പിന്നെ 720. 720 എത്രയാ? 720 into 720 എത്രയാ? 1440 ആണ്. അപ്പം 360 720 360 കുറേ വട്ടം കറങ്ങി. അപ്പൊ 1440 പറഞ്ഞാല് അപ്പൊ നമുക്ക് 1440 വരും. 1440 360 പോയാല് ഇത് 360 കൊണ്ട് കൂട്ടി എത്രയാ? 0 അവിടെ തന്നെ 10 ബാക്കി 1 8 1800 ആണ്. അപ്പൊ 1800 പറഞ്ഞാൽ 360 into സംതിങ് ആണ്. ഉറപ്പാ അല്ലെ? അപ്പം നമുക്ക് ഇങ്ങനെ എഴുതാം. സൈൻ ഓഫ് 360 into സംതിങ്. 360 into 6636 carry 3 അല്ല 6530 carry 3 15 3 5 അല്ലേ? 5 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടില്ലേ? 36 360 into 5 0 6530 carry 3 515 3 18 360 into 5 ആണ് 1800 അല്ലേ? പ്ലസ് 60.
360 ഇൻറ്റു 5 പ്ലസ് 60 ആണ് ആക്ച്വലി. അപ്പൊ 360 5 പ്രാവശ്യം ഒരു വട്ട കറങ്ങാണ്. ഒരു പ്രാവശ്യം കറങ്ങിയെങ്കിൽ അതിന്റെ വാല്യൂ വരും. അപ്പൊ 5 പ്രാവശ്യം കറങ്ങിയാൽ അതിന്റെ വാല്യൂ വരും. അപ്പം സൈൻ 360 ഇൻറ്റു 5 പ്ലസ് 60 എന്താ? സൈൻ 60 തന്നെയാണ്. എന്താ സൈൻ 60ന്റെ വാല്യൂ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സൈൻ 60ന്റെ വാല്യൂ എന്താ? സൈൻ 60 √3/2 അല്ലേ? √3/2. അപ്പൊ ആൻസർ ഇസ് √3/2. സിമ്പിൾ അല്ലേ കാര്യം? വളരെ സിമ്പിൾ ആണ്. റൈറ്റ്. ഇതൊക്കെ ഇതാ ഫസ്റ്റ് ക്വാഡ്രന്റാണ്. 60 പറഞ്ഞ ഫസ്റ്റ് ക്വാഡ്രന്റാണ്. അപ്പൊ എല്ലാം ഓൾ സിൽവർ ടീക്കപ്സ് ഫസ്റ്റ് ക്വാഡ്രന്റാണ്. അറിയാലോ, ഓൾ സിൽവർ ടീക്കപ്സ് കേട്ടില്ലേ? ഫസ്റ്റ് ക്വാഡ്രന്റാണെങ്കിൽ എല്ലാം പോസിറ്റീവ്. അപ്പൊ ഈ 1860 പറഞ്ഞാൽ 360 ഇൻറ്റു 5. 360 ഇൻറ്റു 5 പറഞ്ഞാൽ എന്താ? ഇതാ 301 2 3 4 5 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1800 പ്ലസ് 60. അപ്പൊ ഫസ്റ്റ് ക്വാഡ്രന്റ് അല്ലേ? അപ്പൊ 360 പ്ലസ് 5 60 ആണ്. അപ്പൊ സൈൻ 60 തന്നെയാണ്. ആൻസർ ഇസ് √3/2. ഓക്കെ. ഇനി കറസ്പോണ്ടിങ് ടു 11π/14 അല്ല 11/14 ഡിഗ്രി മെഷർ കറസ്പോണ്ടിങ് ടു 11/14 യു ക്യാൻ യൂസ് π = 22/7 എന്ന് പറഞ്ഞിട്ട്. അപ്പം ഒരു റേഡിയൻ പൈ റേഡിയൻ എന്ന് പറഞ്ഞാൽ എന്താ? പൈ റേഡിയൻ എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രിയാണ്. ഒരു റേഡിയൻ എന്ന് പറഞ്ഞാല് 180/π ഡിഗ്രീസ് ആണ്. അപ്പം 11/24 റേഡിയൻ എന്ന് പറഞ്ഞാല് 180/π ഇൻറ്റു 11/24 ഡിഗ്രീസ് ആണ്. അങ്ങനെ ആലോചിച്ചാൽ എപ്പോഴും ഒരു കാര്യം മാത്രം മുകളിൽ മാത്രം പിടിക്കാം. പൈ റേഡിയൻസിൽ 180 ഡിഗ്രി മാത്രം ആലോചിച്ചാൽ. ഓക്കെ. ഇനി എന്താ? പൈക്ക് പകരം 22/7 എഴുതാം. 180 ഡിവൈഡഡ് ബൈ 22/7 ആകുമ്പോൾ മുകളിൽ ഒരു 7 അല്ലെ? ഇൻറ്റു 11/24. അത്രയും കഴിഞ്ഞു. അപ്പൊ എന്താ എഴുതാ? ഈ 2 ഇതിൽ പോകും അല്ലെ? ഈ 11 ഇതിൽ 2 പ്രാവശ്യം പോകും. 2 ഇതിൽ എത്ര പ്രാവശ്യം പോകും? 90 പ്രാവശ്യം പോകും. 90 24 പോവോ കറക്റ്റ് ആയിട്ട്? 5 4 2 5 2 5. ഓക്കെ. അപ്പൊ 90 വരും. അപ്പൊ 90 ആവുമ്പം ഇതിന് വാല്യൂ എന്താ? 90 ഇൻറ്റു 7 ഡിവൈഡഡ് ബൈ 24 ആ വരാം. 2 എന്തായാലും പോകും. 2 പറയുമ്പോൾ 45. ഇവിടെ 2 ആകുമ്പോൾ 12 വരും. ഇനിയൊന്നും പോവില്ല. മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാൻ മതി. അപ്പൊ താഴെ 12 എഴുതാം. 45 ഇൻറ്റു 7 7 + 45 = 4 7 + 35 = 3 7 4 28 3 315/12 ഡിഗ്രീസ്. അപ്പൊ 315/12 ഡിഗ്രീസ് ആണ്. അപ്പൊ ആക്ച്വലി 315/12 ഡിഗ്രി വൃത്തിയിൽ എഴുതാം. വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. 315 ഇവിടെ 315/12 എഴുതാം. ഇങ്ങനെ 12 എഴുതാം. എന്നിട്ട് ഇങ്ങനെ എഴുതിയാലും മാർക്ക് കിട്ടും കേട്ടോ. 315/12 ഡിഗ്രി എഴുതിയാലും മാർക്ക് കിട്ടും. ഓക്കെ. പക്ഷേ 315/12 അപ്പം ഏകദേശം എത്ര ഉണ്ടാവും? 1 2 24 വരും അല്ലെ? 24. ബാക്കി എത്ര ഉണ്ടാവും? 65 അല്ല 75. 75 എത്ര പ്രാവശ്യം പോവും? 4 5 5 6 പോവും അല്ലെ? 6 7 പോവും. 7 പോവും. 7 2s 14 carry 1 അല്ല 7 പോവില്ല. 6 പോവും. 6 പോവും. അപ്പൊ 6 പോകുമ്പം 6 ആകുമ്പോൾ 6 2s 12 carry 1 7 30 വരും. ബാക്കി 30. അപ്പൊ ബാക്കി 30 ആണ് വരെ. 30 ആകുമ്പോൾ 30 12 2 24. ബാക്കി 6 ഉണ്ടാവും. 60 5 പ്രാവശ്യം. അപ്പൊ 26 ഡിഗ്രി 26.25 ഡിഗ്രിയാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം 315/12 ഡിഗ്രിയാണ്. അത് വേണമെങ്കിൽ ഇങ്ങനെ പറയാം 26 ഡിഗ്രി പിന്നെ 0.25 ഡിഗ്രിയാണ്. 0.25 ഡിഗ്രി പറഞ്ഞാൽ എത്ര മിനിറ്റ്സ് ആണ്? 1 ഡിഗ്രി പറഞ്ഞാൽ 60 മിനിറ്റ് ആണ്. അപ്പൊ 0.5 ഡിഗ്രി പറഞ്ഞാൽ 30 മിനിറ്റ് ആണ്. 0.25 ഡിഗ്രി പറഞ്ഞാൽ 15 മിനിറ്റ് ആണ്. അപ്പൊ 15 മിനിറ്റ് ഇങ്ങനെ എഴുതിയാലും മതി. ഇങ്ങനെ എഴുതിയാലും മാർക്ക് കിട്ടും. പിന്നെ ഞാൻ ഇങ്ങനെ എഴുതും 26 ഡിഗ്രി 15 മിനിറ്റ്. ഓക്കെ റൈറ്റ്. ഈ വാല്യൂ 13π/6 കുറച്ച് ഉപയോഗിച്ചതാണ്. ഈ വാല്യൂ tan 13π/6. ഇതൊക്കെ 13π/6 ഇങ്ങനെ ചോദിക്കാൻ വേണമെങ്കിൽ 13π/6 റേഡിയൻസിലേക്ക് ഡിഗ്രീസിലേക്ക് ആക്കാൻ പറയും. ഇത് റേഡിയൻസിലാണ്. ഡിഗ്രീസിലേക്ക് ആക്കാൻ പറയും. പിന്നെ tan 13π/6 ചോദിച്ചാൽ
അപ്പൊ tan 13/6 നമ്മൾ പല രീതിയിൽ ചെയ്യാൻ പറ്റും. എങ്ങനെയാ 13π/6 നമുക്ക് ഇങ്ങനെ എഴുതാം. 13π/6 13/6 എത്രയാ? 13/6 നോക്കാം. 13/6 എത്രയാ? 2. ഇവിടെ 12 വരും. ബാക്കി 1 അല്ലേ ബാക്കി ഉണ്ടാവാം അല്ലെ? അപ്പൊ 13π/6 നമുക്ക് 2π + π/6 എഴുതാം. കണ്ടോ? 6 2 12 + 13π/6. അപ്പൊ tan π/6 എങ്ങനെ എഴുതാം? tan 13π/6 is equal to tan of 2π + π/6. അപ്പൊ tan of 2π + 2π ഒരു പൂർണ്ണ വട്ടം കഴിഞ്ഞാൽ പിന്നെ അത് തന്നെയാണ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ. ആൻസർ is tan π/6. എന്താ tan π/6 വാല്യൂ? 1/√3. അതും കാരണം sin π/6 tan π/6 വാല്യൂ tan 30 ആണ്. π/6 30 ഡിഗ്രിയാണ്. ആൻസർ is 1/√3. അതാണ് ആദ്യത്തെ പാഠം. റേഡിയൻസ് കൺവേർഷൻ ടു ഡിഗ്രീസ്, ഡിഗ്രീസ് കൺവേർഷൻ ടു റേഡിയൻസ്. സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആണ്. ചിലപ്പോൾ അതിൽ ട്രിഗണോമെട്രി റേഷ്യോ ചോദിക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പം ഈ പലപ്പോഴും ഇങ്ങനെ ചോദ്യം ചോദിക്കാം. വലിയൊരു ആംഗിൾ സൈൻ ഓഫ് 405 ഡിഗ്രി, സൈൻ ഓഫ് 300 ഡിഗ്രി, അങ്ങനെയൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ ഈ രീതിയിൽ എഴുതിയിട്ട് മാറ്റിയിട്ട് എഴുതണം. ഓക്കെ, അത് നമുക്ക് ചെയ്യാം. ഇനി ഇതൊരു രണ്ടാമത്തെ ഏരിയ ആണ്. 2 മാർക്കിന്റെ അല്ലെങ്കിൽ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വരും. ഒരു ട്രിഗണോമെട്രി റേഷ്യോ വരും, ആ ക്വാഡ്രന്റ് വരും. ഏത് ആംഗിളിലാണ് ആ ആംഗിൾ ഏത് ക്വാഡ്രന്റിലാണ് തരും? ഇവിടെ കണ്ടോ, തേർഡ് ക്വാഡ്രന്റിലാണ്. തേർഡ് ക്വാഡ്രന്റിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഓൾ സിൽവർ ടീ കപ്സ് റൂൾ. അപ്പൊ ടീ തേർഡ് ക്വാഡ്രന്റിൽ ടാനും കോട്ടും മാത്രമേ പോസിറ്റീവ്, ബാക്കി എല്ലാം നെഗറ്റീവാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ പറയുമോ? ഒരു ട്രയാങ്കിൾ വരയ്ക്കുക, ജസ്റ്റ് ഒരു ട്രയാങ്കിൾ വരയ്ക്കുക. ഇത് ചിഹ്നം ഒന്നും നോക്കണ്ട, 3/5 എടുക്കാം. ഇതാണ് 3, ഇതാണ് 5. കാരണം കോസ് എന്നാൽ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. കോസ് അഡ്ജസന്റ് ഈ നെഗറ്റീവ് ഇടുക, നെഗറ്റീവിനെ നമ്മൾ ഒഴിവാക്കുക. അപ്പൊ cos x = 3/5 ആണ്. ഇവിടെ 3, ഇവിടെ 5, അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എഴുതാം. ഇത് 1 മാർക്കിന് 2 മാർക്കിന്റെ എത്ര മാർക്കിന് ചോദിച്ചാലും നിങ്ങൾ ചെയ്താൽ മതി, കുഴപ്പമില്ല. ഇത് 3 × 5 ആണെങ്കിൽ ഇത് എന്തായിരിക്കും? 4 ആയിരിക്കും. കോസ് തിയറം പ്രകാരം ഇത് 4 ആയിരിക്കും. 5² - 3² റൂട്ട് ആയിരിക്കും ഇത്. കോസ് തിയറം ആയാലും ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ആണ്. അപ്പൊ ഇവിടെ ഹൈപ്പോട്ടന്യൂസ് എന്ത് തന്നിട്ടുണ്ട്? അറിയാലോ, cos 1 അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ് അല്ലെ? ഇതാണ് x വെച്ചോളൂ. ഓക്കെ, അപ്പം 4/, അപ്പൊ അതിന്റെ ബാക്കിയുള്ള ട്രിഗണോമെട്രി ഫൈൻഡ് ദി വാല്യൂസ് ഓഫ് sin x എക്സെട്രാ ആണ്. അപ്പൊ sin x ന്റെ വാല്യൂ എന്തായിരിക്കും? sin x എന്ന് നമുക്ക് 4/5 എന്ന് എഴുതാം. എന്നിട്ട് ഏതാ ക്വാഡ്രന്റ്? തേർഡ് ക്വാഡ്രന്റിൽ സൈൻ നെഗറ്റീവ് ആണ്. അപ്പൊ sin x = -4/5. tan x എന്തായിരിക്കും? tan x = ഇതിൽ ഈ ട്രയാങ്കിൾ നോക്കാം. tan x 4/3 ആണ്. tan x തേർഡ് ക്വാഡ്രന്റിലാണ്. തേർഡ് ക്വാഡ്രന്റിൽ tan പോസിറ്റീവ് ആണ്, കോട്ടും പോസിറ്റീവ് ആണ്. sec x എന്താണ്? sec x is 1/cos x അല്ലേ? 1/cos x ആണ്. ഇറ്റ് ഈസ് 1/cos x. ഇറ്റ് ഈസ് 1/cos x. അപ്പൊ cos x നമുക്ക് അറിയാം. എന്താ cos x? -3/5 ആണ്. അപ്പൊ -1/- 3/5 is equal to -5/3. എല്ലാം ഏത് ചോദിച്ചാലും ഇത് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും. ഏത് ഇപ്പൊ കോട്ട് മാത്രം, ടാനും കോട്ടും മാത്രമേ ഇവിടെ പോസിറ്റീവ് ആയിട്ടുള്ളൂ, ബാക്കിയെല്ലാം നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ ഇതൊരു സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഒരു ട്രിഗണോമെട്രി റേഷ്യോ വരും, ഏത് ക്വാഡ്രന്റിലാണ് ആംഗിൾ വരും, എന്നിട്ട് ബാക്കിയെല്ലാം ട്രിഗണോമെട്രി റേഷ്യോ ചോദിക്കും. അത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. tan x = -5/12. x is in the second quadrant. സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്. അപ്പൊ ഇവിടെയാണ് സെക്കൻഡ് ക്വാഡ്രന്റ്, ഓൾ സിൽവർ. സൈൻ മാത്രമാണ് പോസിറ്റീവ്, ബാക്കിയെല്ലാം നെഗറ്റീവ് ആണ് അല്ലെ? ഓൾ സിൽവർ ടീ കപ്സ്, ഇങ്ങനെയാണ് വേണ്ടത്. ഓൾ സിൽവർ ടീ കപ്സ്. അപ്പൊ സൈനും കൊസിക്കും മാത്രമാണ് പോസിറ്റീവ്, ബാക്കിയെല്ലാം നെഗറ്റീവ് ആണ്. അപ്പൊ നമ്മൾ ട്രയാങ്കിൾ വരയ്ക്കാം. ട്രയാങ്കിൾ വരയ്ക്കുമ്പോൾ ഇത് 5 എഴുതാം, ഇവിടെ 12 എഴുതാം. ഓപ്പോസിറ്റ് സൈഡ് ബൈ, ഇതാണ് x വെച്ചോളൂ. അപ്പൊ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്, അതാണ് നെഗറ്റീവ് ഇടാം, നെഗറ്റീവ് ഒഴിവാക്കാം. 5/12 ആകുമ്പോൾ ഇത് പൈതഗോറസ് പ്രകാരം 144 + 25 169 ആണ്. റൂട്ട് എടുത്താൽ 13 വരും. വാട്ട് ഇസ് ബാക്കിയുള്ള ട്രിഗണോമെട്രി റേഷ്യോ ചോദിച്ചത്? അപ്പൊ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് sin x? sin x 5/12 ആണ്. 5/12 ആണ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈൻ പോസിറ്റീവ് ആണ്, +5/12. അപ്പൊ cosec x എന്തായിരിക്കും? cosec x is 12/5, അതും പോസിറ്റീവ് ആയിരിക്കും. ബാക്കി എല്ലാതും നെഗറ്റീവ് ആയിട്ട് എഴുതാം. cos x എന്തായിരിക്കും? cos x is -12/13. 5/12 അല്ല, 5/13. sin x is 5/13 ആണ്.
5 by 13. Cosec x is 13 by 5. Cos x 12 minus 12 by 13 ആണ്. പിന്നെ sec x minus 13 by 12 ആണ്. അതുപോലെ tan x minus 5 by 12 ആണ്. പിന്നെ അതുപോലെ നമുക്കറിയാം cot x minus 12 by 5 ആണ്. ബാക്കിയില്ല അല്ലേ? സിമ്പിൾ അല്ലേ കാര്യം? വളരെ സിമ്പിൾ അല്ലേ ഇത്? ഓൾ സിൽവർ കപ്സ് ഉപയോഗിച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും. അതായത് ഒരു ട്രിഗണോമെട്രി റേഷ്യോ വരും, ബാക്കിയില്ല ട്രിഗണോമെട്രി റേഷ്യോസും കാണാൻ പറയും. Given the angle in which quadrant in which the angle lies. അതാണ് രണ്ടാമത്തെ. പിന്നെ വരുന്ന ചോദ്യമാണ് ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അതിനെന്താ നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഫോർമുല നിങ്ങൾക്ക് അറിയണം. ഈ കോസ് സി പ്ലസ് കോസ് ഡി ഈ ഫോർമുല അറിയണം. അതുപോലെ കോസ് സി മൈനസ് കോസ് ഡി. പിന്നെ നിങ്ങൾക്ക് എന്താ അറിയേണ്ട? സൈൻ സി പ്ലസ് സൈൻ ഡി. പിന്നെ സൈൻ സി മൈനസ് സൈൻ ഡി. രണ്ടും കോസ് രണ്ടും സൈൻ. അങ്ങനത്തെ 4 ഫോർമുലാസ് ആയിരുന്നു. അപ്പൊ കോസ് സി പ്ലസ് കോസ് ഡിയുടെ ഫോർമുല 2 കോസ് സി പ്ലസ് ഡി ബൈ 2 കോസ് സി മൈനസ് ഡി ബൈ 2 ആണ്. കോസ് സി മൈനസ് കോസ് ഡി മൈനസ് 2 സൈൻ സി പ്ലസ് ഡി ബൈ 2 സൈൻ സി മൈനസ് ഡി ബൈ 2 ആണ്. സൈൻ സി പ്ലസ് സൈൻ ഡി 2 കോസ് അല്ല 2 സൈൻ സി പ്ലസ് ഡി ബൈ 2 കോസ് സി മൈനസ് ഡി ബൈ 2 ആണ്. സൈൻ സി മൈനസ് സൈൻ ഡി എന്താ? 2 കോസ് സി പ്ലസ് ഡി ബൈ 2 സൈൻ സി മൈനസ് ഡി ബൈ 2. ഇത് എന്തെങ്കിലും രീതിയിൽ കാണാപ്പാടം പഠിക്കാം. എളുപ്പമാണ് ഓർക്കാൻ. കോസ് പ്ലസ് കോസ് ആണെങ്കിൽ 2 കോസ് കോസ് ആണ്. കോസ് മൈനസ് കോസ് ആണെങ്കിൽ മൈനസ് 2 സൈൻ സൈൻ ആണ്. സൈൻ പ്ലസ് സൈൻ ആണെങ്കിൽ 2 സൈൻ കോസ് ആണ്. സൈൻ മൈനസ് സൈൻ ആണെങ്കിൽ 2 കോസ് സൈൻ ആണ്. അങ്ങനെ ആലോചിക്കാം. എല്ലാം പ്ലസ് ചെയ്യുക, 2 ഡിവൈഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക, 2 ഡിവൈഡ് ചെയ്യുക. അപ്പൊ ഇത് ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാം നോക്കൂ. 7 3 10 ആണ്. 10ന് 2 ഡിവൈഡ് ചെയ്താൽ 5 ആണ്. സബ്ട്രാക്ട് ചെയ്താൽ 4 ആണ്. ഡിവൈഡ് ചെയ്താൽ അപ്പൊ ഇത് രണ്ടും കൂടി ക്ലബ് ചെയ്യാം. ക്ലബ് ചെയ്യുമ്പോൾ എന്താ കിട്ടാം? 2 cos you are taking LHS 2 cos 3x plus നോക്കൂ 3x plus 7x by 2 അല്ലേ? into cos 3x minus 7x by 2 plus അല്ല minus cos 2x divided by sin 7x minus sin 3x ആണ്. അപ്പൊ 2 cos 7x plus 3x by 2 sin 7x minus 3x by 2 minus sin 2x. ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഇതങ്ങോട്ട് അപ്ലൈ ചെയ്യാം. ഇതിലിപ്പോ ഇത് ഉപയോഗിക്കുള്ളൂ. കോസ് പ്ലസ് കോസ് ഉപയോഗിച്ചു, ഇത് ഉപയോഗിച്ചു. പിന്നെ സൈൻ മൈനസ് സൈൻ ഇത് ഉപയോഗിച്ചു. ഇപ്പൊ 2 cos സൈൻ അത്രേ ഉള്ളൂ. അപ്പൊ ഇത് 7x plus 3x by 2 5x 10x ആണ്. 10x എന്താ 5x by 2 ആണ്. ഇപ്പൊ വേണമെങ്കിൽ 2 കളയാം. അല്ല 2 കളയണ്ട, കളയാൻ പറ്റില്ലല്ലോ. 2 കളയാം. അപ്പൊ എന്താ 2 cos 7 3 10 അല്ലേ? 10 5x 5x. പിന്നെ കോസ് ഇവിടെ ആക്ച്വലി -4x by 2 വരിക, -2x വരിക. കോസ് ഓഫ് മൈനസ് തീറ്റ കോസ് തീറ്റ ആണ്. ഇവിടെ കോസ് 2x എഴുതിയാൽ മതി. minus cos 2x divided by then 2 cos 5x sin 7x minus 3x by 2 എത്രയാ? അത് പ്ലസ് തന്നെയാണ് കണ്ടോ. 7x സൈൻ ഓഡ് ഫംഗ്ഷൻ അല്ല, ഈവൻ ഫംഗ്ഷൻ അല്ല, ഓഡ് ഫംഗ്ഷൻ ആണ്. 4x by 2 ആകുമ്പോൾ 2x ആണ്. മൈനസ് സൈൻ 2x. അപ്പൊ ഇതിന് നമുക്ക് എന്ത് ചെയ്യാം? ടേക്ക് കോമൺ അല്ലേ? ഇതിൽ കോമൺ തന്നിട്ട് cos 2x പുറത്തെടുക്കാം. into 2 cos 5x minus 1 divided by ഇതിൽ sin 2x പുറത്തെടുക്കാം. 2 cos 5x minus 1 ഇത് രണ്ടും വെട്ടിപ്പോകും. റൈറ്റ്? അപ്പോൾ ആൻസർ വിൽ ബി cot 2x is equal to RH and hence the proof. അപ്പോൾ ഇത് സാധാരണ ചോദ്യമാണ്. ഇത് 2-3 ടൈപ്പ് ക്വസ്റ്റ്യൻസ് NCERT-യിലുണ്ട്.
അവസാനത്തെ ഭാഗത്ത് അതൊന്ന് പഠിച്ചിട്ട് പോവാം. എന്തായാലും അത് വരുന്ന പരീക്ഷയ്ക്ക്. അപ്പം അതുകൊണ്ട് അതുപോലത്തെ 3-4 ചോദ്യങ്ങൾ നമുക്ക് ചെയ്യാം. കണ്ടോ, sin x minus sin y by cos x plus cos y equals tan x minus y by 2. Prove that. ഇതൊരു sin c minus sin d ആണ്. നമ്മളിപ്പോ കണ്ടു. What is sin c minus sin d? 2 cos c plus d by 2 sin c minus d by 2 ആണ്. അപ്പൊ അത് അപ്ലൈ ചെയ്യാം. അത്രയേ ഉള്ളൂ. This is 2 cos x plus y by 2 sin x minus y by 2. അത്രയേ ഉള്ളൂ. Divided by cos x plus cos y. രണ്ടും cos ആണെങ്കിൽ പ്ലസ് ആണ് എന്താ ചെയ്യുക? 2 cos ആണ്. 2 cos x plus y by 2. ഇത് ബൈ ഹാർട്ട് പഠിക്കണേ. ആ ഫോമിൽ കാണാതെ പഠിക്കണം. x minus y by 2. എന്നിട്ട് ഇത് വെട്ടിപ്പോവും. ഇത് രണ്ടും വെട്ടിപ്പോവും. അപ്പൊ സൈൻ ബൈ കോസ് വരും. tan x minus y by 2. വളരെ സിമ്പിൾ ചോദ്യങ്ങളേ വരുള്ളൂ. ഫിസിക്കൽ RHS റൈറ്റ്. വളരെ സിമ്പിൾ ആണ്. ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ കിട്ടുന്നതാണ് കേട്ടോ. വെറുതെ ആ ഫോമുല മാത്രം പഠിച്ചാൽ മതി. പിന്നെ അതേപോലെ ഈ ചോദ്യം നോക്കൂ. sin 5x plus sin 3x by sin 5x plus cos 3x. ഇത് ഏത് ഫോമുല ഉപയോഗിക്കേണ്ടത്? sin c plus sin d. ഇവിടെ cos c plus cos d ആണ്. sin c plus sin d യുടെ ഫോമുല എന്താ മക്കളെ? 2 sin c plus d by 2. c plus d by 2 sin അല്ല cos c minus d by 2. c minus d by 2 divided by cos a plus cos c plus cos d. It is 2 cos c plus d by 2. c plus d by 2 into cos c minus d by 2. ഇത് സിംപ്ലിഫൈ ചെയ്യുന്ന കണ്ടത് വെട്ടിക്കോളൂ. കാരണം എന്തായാലും വെട്ടാനുള്ളതല്ലേ. ഈ 2 വേണേ വെട്ടിക്കോളൂ. ഇതെന്താ 5x plus 3x 8x അല്ലേ? 8x by 2 എന്താ 4x അല്ലേ? അപ്പൊ ഇത് ആക്ച്വലി എന്താ sin 4x divided by cos 4x അല്ലേ? 5 3 8 അല്ലേ? 8 by 2 4 അല്ലേ? sin 4x by cos 4x അതിലെ tan 4x RHS. സിമ്പിൾ അല്ലേ? ഓക്കെ. അതേപോലെ അത് അങ്ങനത്തെ ചോദ്യങ്ങൾ NCERT 3-4 അതൊന്നും നിങ്ങൾ ട്രൈ ചെയ്യാം. അപ്പൊ റേഡിയൻസും ഡിഗ്രീസും കൺവേർഷൻ പഠിക്കുക. ഡിഗ്രി തന്നിട്ട് റേഡിയൻസ് ചോദിക്കും, റേഡിയൻസ് തന്നിട്ട് ഡിഗ്രി ചോദിക്കും. പിന്നെ ടാൻ ഓഫ് എൻ ആംഗിൾ അല്ലെങ്കിൽ സൈൻ ഓഫ് എൻ ആംഗിൾ, കൊസൈൻ ഓഫ് എൻ ആംഗിൾ, അതിന് ഏതെങ്കിലും ഒരു ആംഗിൾ ചോദിക്കും. പിന്നെ ചോദിക്കുന്നത് 75 15 ചോദിക്കും. 75 അല്ലെങ്കിൽ 15. ചിലപ്പോൾ ടാൻ 15 ആയിരിക്കാം ചോദിക്കാം, അല്ലെങ്കിൽ ടാൻ 75 ആയിരിക്കും ചോദിക്കാം, അല്ലെങ്കിൽ കോട്ട് 75 ചോദിക്കാം, കോട്ട് 15 ചോദിക്കാം, അല്ലെങ്കിൽ സൈൻ 15 ചോദിക്കാം, കോസ് 15 ചോദിക്കാം. അത്രയും ചോദിക്കുള്ളൂ. അപ്പൊ ഒന്നുകിൽ എന്തൊക്കെയാ ചോദിക്കാം? ഇതിൽ ഏതൊക്കെ ചോദ്യം ചോദിക്കാം? സൈൻ 15 ചോദിക്കാം. നമുക്ക് ആദ്യം ഈ ക്വസ്റ്റ്യൻ ചെയ്യാം, അതിനായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ എന്താ ക്വസ്റ്റ്യൻ? കാൽക്കുലേറ്റ് cos 75 and cos 15 using the values of cos 45 and cos 30. cos 45 വാല്യൂ നമുക്കളെ, what is the value of cos 45? cos 45 വാല്യൂ 1/√2 ആണ്. cos 30 വാല്യൂ എന്താ? √3/2 ആണ് അല്ലെ? cos 75 വാല്യൂ ആണ് ചോദിച്ചത്. cos 75 നമുക്ക് എങ്ങനെ എഴുതാം? 45 + 30 എഴുതാം. എഴുതിക്കൂടെ? cos 45 cos a plus b എല്ലാവർക്കും അറിയാം ഫോർമുല. എന്താ cos a plus b യുടെ ഫോർമുല? cos a plus b യുടെ ഫോർമുല നിങ്ങൾ പഠിക്കണം. cos a plus b ഫോർമുല എന്താ? it is cos a cos b minus sin a sin b. അപ്പൊ ഇതിന്റെ കൂട്ടത്തിൽ നിങ്ങൾ എന്തായാലും sin a plus b യുടെയും tan a plus b യുടെയും പഠിക്കണം. sin a minus b. ഇതിലിപ്പോ cos a plus b പഠിച്ചാൽ cos a minus b കിട്ടും. cos a plus b ഇവിടെ മൈനസ് ആണ്, cos a minus b ഇവിടെ പ്ലസ് ആണ്. അതുപോലെ sin a plus b അറിയണ്ടാവും, tan a plus b അറിയണം, tan a minus b അറിയണം. സിമ്പിൾ അല്ലേ? ഓക്കെ. അപ്പൊ cos a plus b യുടെ ഫോർമുല എന്താ? cos a cos b മൈനസ് sin a sin b. അത്രയേ ഉള്ളൂ. sin a sin b. ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്യാം. ഇത് 1/√2 ആണ്. cos 30 വാല്യൂ എന്താ? cos 30 വാല്യൂ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേ? √3/2 ആണ്. മൈനസ് sin 45 വാല്യൂ 1/√2 ആണ് അല്ലെ? sin 45 ഓർക്കുക, sin 45 cos 45 സെയിം ആണ്. sin 45 cos 45 സെയിം ആണ്. That angle which for which sin theta is equal to cos theta is 45 degree. അത് ചോദിക്കാൻ ആണെങ്കിൽ 0-നും തീറ്റ 0-നും 90 ഇടയിലാണ്. sin theta cos theta ഈക്വൽ ആണ്. തീറ്റയുടെ വാല്യൂ എന്താ ചോദിക്കാം? 45 degrees. പിന്നെ വേറെ കാര്യം, 0-നും 40 ഇടയിൽ ആരാ വലുത്? കൊസൈനാ വലുത്.
45നും 90നും ഇടയിൽ ആരാ വലുത്? സൈനാ വലുത്. അപ്പോൾ സൈൻ 44 വലുത്, കോസ് 44 വലുത് വെച്ചാൽ കോസ് 44 വലുത്. പക്ഷേ 46 സൈൻ 46 കോസ് 46 വലുത് വെച്ചാൽ സൈൻ 46 വലുത്. 45 ബറാബറാവുക. അപ്പം 45നും 90നും ഇടയിൽ ആരാ വലുത്? സൈനാ വലുത്. 45നും 0നും 45 ഇടയിൽ ആരാ വലുത്? കോസാ വലുത്. അപ്പൊ അതിലും വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചുവിടാന്നില്ല. പിന്നെ 1/√2 ഇൻറ്റു സൈൻ 30യുടെ വാല്യൂ 1/2 ആണ്. 1/2√2 എൽസി എടുക്കുക. 2√2 എൽസി എടുത്തോളൂ. ആൻസർ ഇസ് √3 - 1/2√2. അത് മതി. അത് സിംപ്ലിഫൈ ഒന്നും വേണ്ട, ജസ്റ്റ് അത് മതി. അതാണ് cos 75യുടെ വാല്യൂ. അപ്പൊ ഇതേ ചോദ്യം cos 15 ചോദിച്ചാലോ? ആൻഡ് cos 15. അപ്പൊ ഇതേ ചോദ്യം എങ്ങനെ ചോദിക്കാം? cos 75 ചോദിക്കാം, cos 15 ചോദിക്കാം, അതേപോലെ sin 75 ചോദിക്കാം, sin 15 ചോദിക്കാം, tan 15 ചോദിക്കാം, tan 75 ചോദിക്കാം, cot 15 ചോദിക്കാം, cot 75 ചോദിക്കാം. ഇത് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. എങ്ങനെയാ cos 15 ചോദിക്കാം? ഹൗ ടു ഫൈൻഡ് cos 15? cos 15ന്റെ വാല്യൂ എങ്ങനെ കാണാം? cos 45 - 30. cos 45 - 30 എന്താ? cos A cos B പ്ലസ് sin A sin B. അത്രയല്ലോ. അപ്പൊ 1/√2 ഇതെന്താ? √3/2 ആണ്. ഇത് 1/√2 ആണ്. ഇത് 1/2 ആണ്. 1/√2 എൽസി എടുക്കുമ്പോൾ 2√2 എൽസി എടുക്കുമ്പോൾ √3 + 1/2. cos 15ന്റെ വാല്യൂ √3 + 1/2. ഓക്കെ. അപ്പൊ ഇതേ ക്വസ്റ്റ്യൻ എങ്ങനെയൊക്കെ ചോദിക്കാം? വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് sin 15 ചോദിക്കാം, sin 75 ചോദിക്കാം, പിന്നെ tan 15 ചോദിക്കാം, പിന്നെ tan 75 ചോദിക്കാം, cot 15 ചോദിക്കാം, cot 75 ചോദിക്കാം. അപ്പൊ അതുകൊണ്ട് ഇത് മുഴുവൻ പഠിക്കണം. ഇതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഉറപ്പാണ്. അപ്പൊ sin 15 cos 15 sin 75 cos 75 tan 15 tan 75 cot 15 cos 75. എളുപ്പമല്ലേ? അപ്പൊ നമ്മളിപ്പോ ഇത് ഡിസ്കസ് ചെയ്ത ഏതൊക്കെയാണ്? sin 15 cos 15 cos 75 നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ? cos 75 ചെയ്തു, പിന്നെ cos 15 ചെയ്തു. ഇനി sin 15 എങ്ങനെയാണെന്ന് ചെയ്യാം? sin 15 എങ്ങനെ ചെയ്യാം? അതേപോലെ sin 45 - 30 ചെയ്യാം. sin 45 - 30 എന്താ? sin A cos B minus cos A sin B. അല്ലെ? sin A cos B ആകുമ്പോൾ sin 45 cos 45 സെയിം അല്ലേ? 1/√2 സെയിം ഉണ്ടാവും. ഇത് √3/2 ഉണ്ടാവും. ദിസ് ഇസ് √3 - 1/2. സിംപ്ലിഫൈ ആയിട്ടാണ് നമ്മൾ ചെയ്യണ ഈ ക്വസ്റ്റ്യൻ. അതുപോലെ sin 75 എങ്ങനെ ചെയ്യാം? sin of 45 + 30 ചെയ്യാം. 45 + 30 ചെയ്യാം. Just sin A cos B plus cos A sin B. ഇതേപോലെ ചെയ്യാം. sin 45 1/√2 ആണ്. ഇത് √3/2 ആണ്. ഇത് 1/√2 ആണ്. ഇത് 1/2 ആണ്. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ √3 + 1/2√2 വരും. ഓക്കെ. ഇനി tan 15 എങ്ങനെ ചെയ്യാം? നമുക്ക് ഇങ്ങനെ ചെയ്താലും മതി. sin 15 cos 15 ചെയ്താലും മതി. അല്ലെങ്കിൽ tan A - B ഫോർമുല ഉപയോഗിച്ച് ചെയ്താലും മതി. എന്താ tan A - B ഫോർമുല? tan A - tan B 1 + tan A tan B വെച്ചാൽ മതി അല്ലെ? ഒന്നുകിൽ ഇങ്ങനെ ചെയ്യാം, sin 15 cos 15. അതിപ്പോ അവര് ചിലപ്പം ഇങ്ങനെ തന്നെ ചെയ്യണം പറയും. ഫൈൻഡ് ദ വാല്യൂ ഓഫ് sin 15, ഫൈൻഡ് ദ വാല്യൂ ഓഫ് cos 15, ഹെൻസ് ഫൈൻഡ് tan 15 വേണമെങ്കിൽ ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ടത്. sin 15ന്റെ വാല്യൂ എന്താ? √3 - 1/2√2 ആണ് അല്ലെ? 2√2 ആണ്. cos 15ന്റെ വാല്യൂ എന്താ? √3 + 1/2√2 ആണ്. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2√2 വെട്ടിപ്പം. ആൻസർ വിൽ ബി √3 - 1/√3 + 1. വേണമെങ്കിൽ അത് സിംപ്ലിഫൈ ചെയ്യാം. മുകളിലും താഴെയും √3 + 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ കിട്ടുക? ഇറ്റ് ഇസ് √3 - 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. യു ക്യാൻ മൾട്ടിപ്ലൈ ബോത്ത് സൈഡ്സ് വിത്ത് √3 + 1, √3 - 1. മുകളിലും താഴെയും √3 - 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ താഴെ √3 - 1 സ്ക്വയർ വരും. മുകളില് 3 - 1 2 എന്ന് വരും. √3 - 1 സ്ക്വയർ എത്ര അറിയാം? 3 + 1 4. It is 4 - 2√3 divided by 2 എന്ന് വരും. സിംപ്ലിഫൈ ചെയ്താൽ tan 15ന്റെ വാല്യൂ എന്താ? 2 - √3 ആണ്. അപ്പൊ അതൊരു കണ്ടുപിടുത്തമാണ്. ഷോ ദാറ്റ് tan 15 = 2 - √3 പറയാൻ സാധ്യതയുണ്ട്, ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ tan 15നെ രണ്ട് ഇതിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. എന്താ? ഫൈൻഡ് എന്താണ്? വാട്ട് ഇസ് tan A + B, അല്ലെങ്കിൽ വാട്ട് ഇസ് യൂസിങ് tan A + B ഫൈൻഡ് ദ വാല്യൂ ഓഫ് tan 15 എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്.
അപ്പം using tan a minus b, what is the value of tan a minus b? Tan a minus tan b by 1 plus tan a tan b. അപ്പോൾ tan 15 എങ്ങനെയാണ് കാണുക? tan a ക്ക് പകരം 45 കൊടുക്കുക, b ക്ക് പകരം 30 കൊടുക്കുക. tan 45 minus 30, tan a minus tan b by 1 minus tan a tan. അങ്ങനെ ചെയ്യാം, 2 minus root 3. അപ്പോൾ tan 75 വാല്യൂ 2 plus root 3 എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. cot 15 ഉം tan 75 സെയിം ആണ്. അപ്പോൾ ഇത് 2 plus root 3 ആണ്, ഇത് 2 minus root 3 ആണ്. അപ്പോൾ ഇതൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. 15 ആംഗിൾ എല്ലാം പഠിക്കാം. 15 സൈൻ 15ഉം കോസ് 15ഉം ടാൻ 15ഉം കോട്ട് 15ഉം ഒക്കെ പഠിക്കാം. 15ഉം 75, കാരണം 15ഉം 75ഉം കോംപ്ലിമെന്ററി ആംഗിൾ ആയതുകൊണ്ട് അത് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, റൈറ്റ്. പിന്നെ ഗ്രാഫ്സ്. തൽക്കാലം ഇത്രയും കാര്യങ്ങൾ ഫുള്ളായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ട്രിഗണോമെട്രിയിലുള്ള വരുന്ന ചോദ്യങ്ങളിൽ മെജോറിറ്റി ഓഫ് ദി ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും, ഉറപ്പാണ്. ഓക്കെ, ഗ്രാഫ് എന്ന് വെച്ചാൽ നിങ്ങൾ ഇങ്ങനെ ഗ്രാഫ് മനസ്സിലാക്കുന്നത്. സൈൻ എക്സിന്റെ ഗ്രാഫ്, എഫ് ഓഫ് എക്സ് ഈക്വൽ സൈൻ എക്സ് ആണെങ്കിൽ ഗ്രാഫ് ഇങ്ങനെയായിരിക്കും. വൈ ആക്സിസ് എക്സ് ആക്സിസ്, ഗ്രാഫ് ഇങ്ങനെയായിരിക്കും. ഇതാണ് വേവ്. ഇങ്ങനെ വരച്ചാൽ മതി. ഒറിജിൻ കൂടി പാസ് ചെയ്യണം നിർബന്ധമാണ്. ഇവിടെ പൈനെ എഴുതാൻ പാടില്ല, 180 എഴുതാൻ പാടില്ല, 2 പൈ, ഇവിടെ 3 പൈ, ഇത് മൈനസ് പൈ, ഇത് -2 പൈ. ഇറ്റ് വിൽ ഗോ ഓൺ ലൈക്ക് ദാറ്റ്. ഇതാണ് സൈനിന്റെ ഗ്രാഫ്, സൈൻ എക്സിന്റെ ഗ്രാഫ്. അതിപ്പം ആംഗിൾ 0 ഒന്നും വേണ്ട, ഇത് മാക്സിമം വാല്യൂ 1 ആണ്. ഇവിടെ 1 എഴുതണം, ഇവിടെ മിനിമം വാല്യൂ -1 ആണ്. സൈൻ എക്സിന്റെ മാക്സിമം വാല്യൂ 1 ആണ്, മിനിമം വാല്യൂ -1 ആണ്. ഇതാണ് ഗ്രാഫ്, സൈൻ എക്സിന്റെ ഗ്രാഫ്. ഇനി സൈൻ 2എക്സിന്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ എന്താ വ്യത്യാസം വെച്ചാൽ, സൈൻ 2എക്സ് ഗ്രാഫ് ഞാൻ ഇതിന്റെ മുകളിൽ തന്നെ വരയ്ക്കാം, ഇതിന്റെ മുകളിൽ തന്നെ സൈൻ 2എക്സ് ഗ്രാഫ് വരയ്ക്കാം. എന്താ വെച്ചാൽ സൈൻ 2എക്സിന്റെ പ്രത്യേകത വെച്ചാൽ ഇതേ സാധനത്തിന്റെ മുകളിൽ തന്നെ വരയ്ക്കുമ്പോൾ സൈൻ എക്സ് ഒരു സൈക്കിൾ 2 പൈയിലാ തീരാം. അപ്പൊ സൈൻ 2എക്സ് ആകുമ്പോൾ ഒരു സൈക്കിൾ പൈയിൽ തീരും. ഇങ്ങനെയായിരിക്കും ഗ്രാഫ്. ഇതേപോലെ ഇങ്ങനെയാണ്. ഇങ്ങനെയാണ് സൈൻ 2എക്സ് ഗ്രാഫ്. അപ്പൊ ഞാൻ ഈ സാധനം വേറെ വരയ്ക്കാം. ഇങ്ങനെ വേറെ വരയ്ക്കാം. ഇതാണ് വൈ ആക്സിസ് എക്സ് ആക്സിസ് എങ്കിൽ സൈൻ 2എക്സിന്റെ ഗ്രാഫ് എങ്ങനെ വരയ്ക്കാം? ഇങ്ങനെ. പൈയിലെ ഒരു സൈക്കിൾ തീരും, പൈയിലെ നിങ്ങൾ ഒരു സൈക്കിൾ തീർക്കണം. പിന്നെ 2 പൈയിലെ വീണ്ടും ഒരു സൈക്കിൾ തീരും, ഇത് 2 പൈ ആണ്. 3 പൈയില് വീണ്ടും ഒരു സൈക്കിൾ തീരും, 4 പൈയില് ഒരു സൈക്കിൾ തീരും. അതുപോലെ ഇങ്ങനെ -π, -2 π and so on. But this is a graph of y equals sin 2x അല്ലെങ്കിൽ f of x equals sin 2x. ശ്രദ്ധിക്കേണ്ട, sin xന്റെ ഗ്രാഫ് ഒരു സൈക്കിള് പൈല് തീരുന്നത്, sin 2x ഗ്രാഫ് ഒരു സൈക്കിള് 2 പൈല് തീരും. അങ്ങനെ ആലോചിച്ചാൽ ഇതേപോലെ cos എക്സിന്റെ ഗ്രാഫ്, tan എക്സിന്റെ ഗ്രാഫ്, cot എക്സിന്റെ ഗ്രാഫ്. ഇത് എല്ലാം പഠിക്കണമെന്നില്ല. cot എക്സിന്റെ ഗ്രാഫ് ആകുമ്പം ഇതിൽ ഏതെങ്കിലും ഒരു ചോദ്യം ചോദിക്കാൻ സാധ്യതയില്ല. cot x ആകുമ്പോൾ ഇങ്ങനെയാ ഗ്രാഫ് വരിക, ഇങ്ങനെ ഗ്രാഫ്, ഇങ്ങനെ ആലോചിച്ചാൽ മതി. ദിസ് ഇസ് എ ഗ്രാഫ് ഓഫ് cot x. അപ്പോൾ ഇത് π/2 ആയിരിക്കും, ഇത് 3π/2 ആയിരിക്കും, ഇത് 5π/2 ആയിരിക്കും, ഇത് -π/2 ആയിരിക്കും, ഇത് -3π/2. ഇതിനെ മാർക്ക് ചെയ്താൽ മതി. ദിസ് ഇസ് എ ഗ്രാഫ് ഓഫ് f of x equals cot x. അല്ല, cot x അല്ല, cos x. ഓക്കെ, ഇതിപ്പോ tan x ആണെങ്കിലോ, f of x equals tan x ആണെങ്കിലോ, tan x ആണെങ്കിൽ tan x ന്റെ ഗ്രാഫ് ഏകദേശം ഇങ്ങനെ ഉണ്ടാവും. tan x ന്റെ ഗ്രാഫ് ഏകദേശം π/2ലും ഇങ്ങനെ, π/2ലും ഇങ്ങനെ, π/2. ഇവിടെ π/2 ആയിരിക്കും, ഇവിടെ -π/2 ആയിരിക്കും. അതുപോലെ അടുത്ത 3π/2 ആണെങ്കിൽ ഫുള്ളൊന്നും ഭംഗിയിൽ വരയ്ക്കൊന്നുമില്ല, ഏകദേശം ഒന്നും ഇങ്ങനെ വരച്ചാൽ. ദിസ് ഇസ് ദ ഗ്രാഫ്, ദിസ് ഇസ് -3π/2. ഇതാണ് -π എങ്കിൽ ഇങ്ങനെ ഗ്രാഫ് ഉണ്ടാവും. ദിസ് ഇസ് ദ ഗ്രാഫ്, ദിസ് ഇസ് ദ ഗ്രാഫ് ഓഫ് tan x. cot x ആണെങ്കിലോ, cot x ആണെങ്കിൽ ഇങ്ങനെയാണ്. f of x equals cot x ആണെങ്കിൽ ഗ്രാഫ് ഇങ്ങനെയായിരിക്കും. x ആക്സിസ് y ആക്സിസ് ആണെങ്കിൽ cot x ആണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും. ഗ്രാഫ് വിൽ ബി ലൈക്ക് ദിസ്. ഇതാണ് പൈ, ഇങ്ങനെ ഗ്രാഫ് ഉണ്ടാവും. It will go like that. Example. This is a graph of cot x. ഏകദേശം വരച്ചാൽ ഇത് എന്താണ്,
കോട്ട് ആകുമ്പോൾ കോട്ട് പൈ ബൈ 2 പൈ ബൈ 2 ലേക്ക് പൈയിലാണ് ക്രോസ് ചെയ്യുക. ദിസ് ഇസ് എ ഗ്രാഫ്. ദിസ് ഇസ് 3 പൈ ബൈ 2. ദിസ് ഇസ് മൈനസ് പൈ ബൈ 2. ദിസ് ഇസ് മൈനസ് 3 പൈ ബൈ 2. അത്ര വൃത്തിയിലൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ആ ഒഴുക്കിനായിട്ട് വരച്ചാൽ മതി. അപ്പോൾ സൈൻ എക്സിന്റെയും കോസ് എക്സിന്റെയും ടാൻ എക്സിന്റെയും കോട്ട് എക്സിന്റെയും ഗ്രാഫ് ജനറൽ ആയിട്ടൊന്ന് പഠിക്കാം. ഓക്കെ, അപ്പൊ തൽക്കാലം ഞാൻ ഒന്നുകൂടി പറയാം. ഈ സ്റ്റേറ്റ് എക്സാമിനേഷന് സ്ഥിരമായിട്ട് ഉറപ്പായിട്ട് വരും തോന്നുന്ന ഭാഗങ്ങൾ ഒന്നുകൂടി പറയാം. അല്ലെങ്കിൽ റേഡിയൻസ് ഡിഗ്രി കൺവേർഷൻ, പിന്നെ സൈൻ ഓഫ് 210 ഡിഗ്രി, അങ്ങനെ എന്തെങ്കിലും ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ സൈൻ ഓഫ് 210 ഡിഗ്രി പറയുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അപ്പൊ സൈൻ ഓഫ് 210 ഡിഗ്രി അത് ഞാൻ പറഞ്ഞിട്ടില്ല. സൈൻ ഓഫ് 210 ഡിഗ്രി പറയുമ്പോൾ സൈൻ ഓഫ് 210ന്റെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ആംഗിൾ പറയാം. സൈൻ 180 പ്ലസ് 30 ഡിഗ്രി പറയാം. ഈ സൈൻ 180 പ്ലസ് 30 ഡിഗ്രി നിങ്ങൾക്ക് പലതും അറിയാം. സൈൻ എ പ്ലസ് ബി ഉപയോഗിക്കാം. സൈൻ 180യുടെ വാല്യൂ 0 അല്ലേ? കോസ് 180യുടെ വാല്യൂ -1 ആണ്. അപ്പൊ അതിന്റെ ബേസിക് ആയിട്ടുള്ള സൈൻ 90യുടെ വാല്യൂ 1 ആണ്, കോസ് 90യുടെ വാല്യൂ 0 ആണ്, സൈൻ 270യുടെ വാല്യൂ -1 ആണ്. ഏകദേശം അറിഞ്ഞാൽ നല്ലതാണ്. ഇനി സൈൻ 180 പ്ലസ് 30 ഇത് അറിയില്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി ചെയ്താൽ മതി. മനസ്സിലായോ? അപ്പൊ അങ്ങനെ ചെയ്താൽ മതി. അല്ലെങ്കിൽ 180 പ്ലസ് 30 അറിയണം എന്നാണ്. 180 പ്ലസ് 30യുടെ ഫോർമുല നിങ്ങൾക്ക് അറിയണം എന്നാണ്. 180 പ്ലസ് 30 ഏതാ ക്വാഡ്രന്റ്? തേർഡ് ക്വാഡ്രന്റാണെങ്കിൽ സൈൻ തന്നെയാവും. ബേസിക്കലി സൈൻ 30 എന്ന് എഴുതാം. എന്നിട്ട് ഏതാ ക്വാഡ്രന്റ്? തേർഡ് ക്വാഡ്രന്റ്. അപ്പൊ മൈനസ് ആണ്, ഇതിന്റെ വാല്യൂ -1/2 ആണ്. ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് എഴുതാം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? സൈൻ 180 പ്ലസ് 30 സിംപ്ലിഫൈ ചെയ്യാം. സൈൻ 180 സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി ചെയ്യാം. എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ്സ് ഇനഫ്. ഓക്കെ, എന്തായാലും ചെയ്യാൻ പറ്റും. ഇതിപ്പോ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ ചെയ്യാം? സൈൻ എ കോസ് ബി പിന്നെ പ്ലസ് കോസ് എ സൈൻ ബി. അപ്പം നോക്കൂ, സൈൻ 180യുടെ വാല്യൂ 0 ആണ്, വേണ്ട. കോസ് 180യുടെ വാല്യൂ മൈനസ് ആണ്. സൈൻ 30യുടെ വാല്യൂ എന്താ? 1/2 ആണ്. -1/2. എന്നാലും വലിയ വ്യത്യാസമില്ല. ഓക്കെ, അപ്പൊ സൈൻ ഓഫ് എ ബിഗ് ആംഗിൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ബിഗ് ആംഗിൾ ചോദിക്കുമ്പോൾ എന്താ? അതിനെ മുറിക്കാം. മനസ്സിലായോ? കഴിഞ്ഞ 1860 1860 നമ്മൾ മുറിച്ച് ആദ്യം 1800 പ്ലസ് 60 ആക്കിയില്ലേ? അതുപോലെ. അപ്പൊ അതൊരു സാധാരണ ചോദ്യമാണ്. പിന്നെ റേഡിയൻ കൺവേർഷൻ വരും. സൈൻ 15 എന്ന 15 മാത്രമല്ല ചോദിക്കാം, 15, 75 ഒക്കെ ചോദിക്കാം. പിന്നെ സൈൻ എ പ്ലസ് ബിയുടെ ഫോർമുല ഉപയോഗിച്ച് ആ 4 ഫോർമുല പഠിക്കാം. എന്താണ്? സൈൻ സി പ്ലസ് സൈൻ ഡി, സൈൻ സി മൈനസ് സൈൻ ഡി, കോസ് സി പ്ലസ് കോസ് ഡി, കോസ് സി മൈനസ് കോസ് ഡി. അത് ഉപയോഗിച്ചിട്ട് ചോദ്യം എന്തായാലും വരും. ഗ്രാഫ് മിക്കവാറും വരില്ല, എന്നാലും നമുക്ക് പഠിച്ചോളൂ. മിക്കവാറും വരില്ല, എന്നാലും പഠിച്ചോളൂ കേട്ടോ. കൺവേർഷൻ ഓഫ് ഡിഗ്രി ഇൻടു റേഡിയൻസ് എന്തായാലും പഠിക്കാം. പിന്നെ ഇതൊക്കെ പഠിക്കാം. സൈൻ 31 പൈ ബൈ 3 കണ്ടോ? 1860 ആണ്. ഇത് നമുക്ക് അല്ലാതെ ചെയ്യാം. കാരണം 31 പൈ പറഞ്ഞാൽ ഇത് 10 പൈ പ്ലസ് പൈ ബൈ 3 ആണ്. നമുക്ക് 31 പൈ ബൈ 3നെ കുറച്ച് മെഡിക്കൽ എന്താ ചെയ്യാറിയോ? ഇറ്റ് ഇസ് 10 പൈ പ്ലസ് പൈ ബൈ 3 ആണ്. അപ്പൊ വാട്ട് ഇസ് സൈൻ ഓഫ് 10 പൈ പ്ലസ് പൈ ബൈ 3? 10 പൈ പറഞ്ഞാൽ 5 വട്ടല്ലേ? 10 പൈ പ്ലസ് സൈൻ പൈ ബൈ 3 തന്നെയാണ്. സൈൻ പൈ ബൈ 3യുടെ വാല്യൂ എന്താ? √3/2. അങ്ങനെ ഇതാലും മതി. ഇങ്ങനെ ഇതാലും മതി. എങ്ങനെയെങ്കിലും 4 വാല്യൂ കൊണ്ട് വീഴാം. ദാറ്റ്സ് ഓൾ കേട്ടോ. റേഡിയൻസ് ഡിഗ്രീസിലേക്ക് ആക്കിട്ടോ എന്തെങ്കിലും ആവട്ടെ ചെയ്യാം. അപ്പോൾ റേഡിയൻസ് ഡിഗ്രീസ് ആക്കി എക്സെട്ര. ഇതിപ്പോ ഇങ്ങനെ മിനിറ്റ്സ് ആക്കണം നിർബന്ധമൊന്നുമില്ല. ഇങ്ങനെ ഡിഗ്രീസ് എഴുതിയാലും മാർക്ക് കിട്ടും കേട്ടോ. 26 ഡിഗ്രി മിനിറ്റ്സ് ആക്കി ശ്രദ്ധിക്കുക. 0.25 ഡിഗ്രി പറഞ്ഞാൽ 15 മിനിറ്റ് ആണ്. 0.5 ഡിഗ്രി പറഞ്ഞാൽ 30 മിനിറ്റ് ആണ്. ഒരു 60 മിനിറ്റ് ആണ് ഒരു ഡിഗ്രി. ഓക്കെ, റൈറ്റ്. 13 പൈ ബൈ 6 ഇതും അതെങ്ങനെ ചെയ്യാം. 21 പൈ ബൈ 6 എഴുതാം. പിന്നെ ഇത് സ്ഥിരമായിട്ട് നിൽക്കുന്ന ക്വസ്റ്റ്യൻ, ഷുവർ ആണത്. ഒരു ട്രിഗണോമെട്രി റേഷ്യോ വരും. ആ ആംഗിൾ കിടക്കുന്ന ആ എക്സ് കിടക്കുന്ന ക്വാഡ്രന്റ് വരും. പിന്നെ ഓൾ സിൽവർ ടിക്ക് ഉപയോഗിച്ചിട്ട് ബാക്കിയുള്ള ട്രിഗണോമെട്രി റേഷ്യോ കാണാൻ ചോദിക്കും. ഇത് 2 പ്രാവശ്യം ഞാൻ ചെയ്തിട്ടുണ്ട്, അത് മതി, ധാരാളമാണ്. പിന്നെ ഈ ചോദ്യം അത് സ്ഥിരമായിട്ട് എന്തായാലും വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഈ 4 ഫോർമുല അറിയെങ്കിൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. NCERT ബുക്കിലുണ്ട്. NCERT ബുക്കിലത്തെ ക്വസ്റ്റ്യനും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ദാറ്റ്സ് ഓൾ. പിന്നെ ഗ്രാഫ് നോക്കുക. ദാറ്റ്സ് ഇറ്റ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് എന്തായാലും ഈ +1 ഓണം എക്സാമിനേഷനിലെ ട്രിഗണോമെട്രിയിലെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റിയിരിക്കും. എഴുതി പഠിക്കാം. ഇത് ബേസ് ചെയ്തിട്ട് NCERTയിലെ എക്സാമ്പിൾസും NCERTയിലെ എക്സസൈസും ഒന്ന് ചെയ്യാൻ ശ്രമിക്കാം. ഇത് ബേസ് ചെയ്തിട്ട് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് മാത്രം തിരഞ്ഞെടുത്തിട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.